Bengali, there is Gujarati. There are many different languages, many different dances, many different histories in this country. ഇവിടെ മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, തമിഴ് ഭാഷയുണ്ട്, ഗുജറാത്തിയുണ്ട്, പലവിധ നൃത്തരൂപങ്ങളുണ്ട്, പലവിധ പാരമ്പര്യങ്ങളുണ്ട്, പലവിധ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. And every single tradition, history is protected by the Constitution of India. ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും ഓരോ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയാണ്. So the fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ആ അവകാശങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. And if this was gone, then somebody can come to Kerala and say, we do not want you to speak Malayalam. ഈ ഭരണഘടന ഈ രാജ്യത്തില്ലാതായാൽ ഈ രാജ്യത്തിലേക്ക്, കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം, നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും. അധികാരമുണ്ടായാൽ എന്തും നടത്താമെന്ന ധാരണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന് രാഹുൽ ഗാന്ധി. വയനാട് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് മണ്ഡല പര്യടനത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം. വയനാടോ റായ്ബറേലിയോ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് വ്യക്തമാക്കാതിരുന്ന രാഹുൽ ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി. ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. മോദിയോട് പരമാത്മാവ് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല. കാരണം ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ജനങ്ങളാണ് എൻ്റെ ദൈവം. വയനാടോ റായ്ബറേലിയോ എന്ന കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് വയനാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. എനിക്കങ്ങനെയല്ല. താനൊരു സാധാരണ മനുഷ്യനാണ്. താൻ ജൈവികമായി ഉണ്ടായ ആളല്ലെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഒരു തീരുമാനവും താൻ എടുക്കില്ലെന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനമെടുക്കുന്നുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തതെന്നും പരമാത്മാവ് പറഞ്ഞതിനനുസരിച്ച് ആദ്യം എയർപോർട്ടുകളും പിന്നീട് വൈദ്യുത നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തതെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു.